നൈസ് നങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 1ാം ക്ലാസ്സുകാരുടെ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 2025-26 കാലയളവിലെ, അതായത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ മക്കളെ, നിങ്ങൾക്ക് ആകെ 5 ആക്ടിവിറ്റികളാണുള്ളത്. ഹു ഗോട്ട് ദ പ്രൈസ്, കളർ ആൻഡ് കൗണ്ട്, എ ഡോൾ വിത്ത് ബിന്ദി, ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ്, ഫൈൻഡ് ആൻഡ് റൈറ്റ്. അങ്ങനെ 5 ആക്ടിവിറ്റികളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓരോ ആക്ടിവിറ്റികളായിട്ട് നമുക്ക് ചെയ്താലോ. ആക്ടിവിറ്റി 1, ഹു ഗോട്ട് ദ പ്രൈസ്, ആരാണ് സമ്മാനം നേടിയത്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ലീവ്സ്. നോക്കൂ, കിങ്ങിണിയും കൂട്ടുകാരും ഇലകളിൽ ചായം തേച്ച് കടലാസിൽ പതിപ്പിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. നാളെ ക്ലാസ്സിൽ മത്സരമാണ്. ഏറ്റവും കൂടുതൽ എണ്ണം ഇലകൾ ഉപയോഗിച്ച് മനോഹരമായ ചിത്രമുണ്ടാക്കുന്നവർക്കാണ് സമ്മാനം. അവർ ഉണ്ടാക്കിയ ചിത്രങ്ങൾ നോക്കൂ. കണ്ടോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിങ്ങിണിയും കൂട്ടുകാരും ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. 1ാം സമ്മാനം കിട്ടിയത് ആർക്കാണ്? എന്ത് ചെയ്യണം? ഓരോരുത്തരുടെയും ചിത്രത്തിൽ എത്ര ഇലകളുണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. കൂട്ടുകാരെ ഓരോ ചിത്രവും ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യണം കേട്ടോ. കിങ്ങിണിയുടെ പിക്ചറിൽ എത്ര ലീവ്സ് ഉണ്ട്? സാമൻ്റെ പിക്ചറിൽ എത്ര ലീവ്സ് ഉണ്ട്? മിയയുടെ പിക്ചറിൽ എത്ര ലീവ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. നോക്കൂ, കിങ്ങിണി വരച്ച പിക്ചറിൽ എത്ര ലീവ്സ് ഉണ്ട്? 23 അല്ലേ? 23. സാമൻ്റെ പിക്ചറിലോ 57. മിയ വരച്ച പിക്ചറിലോ 40. ഓക്കെ, കിങ്ങിണിയുടെ പിക്ചറിൽ 23 ഇലകളും സാമിൻ്റെ പിക്ചറിൽ 57 ഇലകളും മിയയുടെ പിക്ചറിൽ 40 ഇലകളുമാണ് ഉള്ളത്. ഹു ഗോട്ട് ദ പ്രൈസ്? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും വിൻ ചെയ്തത്? ആർക്കായിരിക്കും പ്രൈസ് കിട്ടുക? കൂടുതൽ ഇലയുള്ള ആളിനല്ലേ സമ്മാനം കിട്ടുക. അപ്പോൾ അതാരാ? സാമൻ. ആരാ? സാമൻ. ഹൗ മെനി ലീവ്സ്? സാമൻ്റെ പിക്ചറിൽ എത്ര ഇലകളാണ് ഉള്ളത്? 57. 57 ഇലകളാണുള്ളത്. ഓക്കെ, നോക്കൂ, അറേഞ്ച് ദ നമ്പർ ഓഫ് ലീവ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ആ 3 പേരുടെ ഇലകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതണം. അപ്പോൾ ഏറ്റവും കുറവില ആരുടേതാ? കിങ്ങിണി, 23 അല്ലേ? രണ്ടാമത് മിയ, എത്ര എണ്ണം? 40 എണ്ണം. പിന്നെ സാമൻ 57 57. ഓക്കെ, അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ 23, 40, 57. ഓക്കെ, സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിക്കേ. കളർ ആൻഡ് കൗണ്ട്. നിറം നൽകാം, എണ്ണ എഴുതാം. നോക്കൂ, കിങ്ങിണിയുടെ ക്ലാസ് ടീച്ചറും ക്ലാസ്സിലെ മറ്റു കുട്ടികളും ചേർന്ന് മൺകുടത്തിൽ ചിത്രങ്ങൾ വരച്ച് നിറം നൽകുകയാണ്. ടീച്ചർ വരച്ച് നൽകുന്ന ചിത്രങ്ങൾക്ക് കുട്ടികളാണ് നിറം നൽകുന്നത്. അവർ വരച്ച് നിറം നൽകി മനോഹരമാക്കിയ മൺകുടങ്ങൾ നോക്കൂ. കണ്ടല്ലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പിക്ചർ കണ്ടല്ലോ. എന്താ ചെയ്യേണ്ടത്? അതിൽ ഗ്രീൻ കളർ ഫോർ ലീവ്സ്. ലീവ്സിന് എന്ത് കളർ കൊടുക്കും? ഗ്രീൻ. പച്ച നിറത്തിലെ ഇലകൾ. റെഡ് കളറിലോ? പൂക്കൾക്ക് റെഡ് കളർ. ചുവന്ന നിറത്തിലെ പൂക്കൾ. അപ്പോൾ ആ മൺകുടത്തിലെ പിക്ചറിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. അതിൽ എത്ര പൂക്കളാണ് ഉള്ളത്? കൗണ്ട് ചെയ്തേ. എത്ര പൂക്കളുണ്ട്? 5 അല്ലേ? 5 പൂക്കളുണ്ട്. എത്ര ലീവ്സ് ഉണ്ട്? ലീവ്സ് 7 എണ്ണം. ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യണം, മിസ്റ്റേക്ക് വരരുത്. ഓക്കെ, പൂക്കൾ അറിയാമല്ലോ കൂട്ടുകാർക്ക്. അപ്പോൾ അവിടെ എത്ര പൂക്കളാണ് ഉള്ളത്? 5 എണ്ണം അല്ലേ? ഹൗ മെനി ലീവ്സ് ആർ ദെയർ? എത്ര ഇലകളാണ് ഉള്ളത്? 7. ഓക്കെ, അത്രയും കറക്റ്റ് അല്ലേ? അത്രയും എഴുതാൻ പറ്റില്ലേ കൂട്ടുകാർക്ക്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് പിക്ചേഴ്സ് ഇൻ ദ ക്ലേ പോട്ട്. ടോട്ടൽ നമ്പർ ഓഫ് പിക്ചേഴ്സ്, ആ ക്ലേ പോട്ടിലെ, ആ മൺകലത്തിലെ ആകെ പിക്ചറുകളുടെ എണ്ണം, അതായത് പൂക്കളുടെയും ഇലകളുടെയും ആകെ എണ്ണം. ആദ്യത്തെ ബോക്സിൽ പൂക്കളുടെ എണ്ണം എഴുതാം. എത്രയാ? 5. സെക്കൻഡ് ബോക്സിലോ ലീവ്സിന്റെ എണ്ണം എഴുതാം. ഇലകളുടെ എണ്ണം 7. അപ്പോൾ 5 പൂക്കളും 7 ഇലകളും കൂടി ചേരുമ്പോൾ ആകെ എത്ര പിക്ചർ ഉണ്ട്? എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ? ആഡ് ചെയ്യണം. 5 + 7 എത്രയാ? 12 അല്ലേ? കൗണ്ട് ചെയ്യാൻ അറിയാമല്ലോ എല്ലാ കൂട്ടുകാർക്കും. എത്രയാ? 5 + 7 12. നോക്കൂ,
ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പിക്ചേഴ്സ് ഡ്രോൺ ആൻഡ് കളർ ബൈ മനു. മനു കളർ ചെയ്ത പിക്ചർ നോക്കിക്കേ. ഫ്ലവേഴ്സ് 7. മനുവിൻ്റെ പിക്ചറിൽ 7 പൂക്കളും ലീവ്സ് 9 9 ഇലകളുമാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് പിക്ചേഴ്സ്. മനു വരച്ച ആകെ പിക്ചറുകളുടെ എണ്ണം എത്രയാ? 7 ഫ്ലവേഴ്സ് പ്ലസ് 9 ലീവ്സ്. 7 പ്ലസ് 9 7 പൂക്കളും 9 ഇലകളും. 7 അധികം 9 7 അധികം 9 എത്രയാ? 16 16. 7ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്? 16 അല്ലേ? 16. ഓക്കെ, നോക്കൂ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ ബൈ മനു ആൻഡ് കിങ്ങിണി. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ ബൈ മനു ആൻഡ് കിങ്ങിണി. മനുവും കിങ്ങിണിയും കൂടി കളർ ചെയ്ത പൂക്കളുടെ എണ്ണം. ഫ്ലവേഴ്സ് ഡ്രോൺ ബൈ മനു. മനു എത്ര പൂക്കളാ കളർ ചെയ്തേ? 7 അല്ലേ? 7. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്ലവേഴ്സ് ഡ്രോൺ ബൈ കിങ്ങിണി. കിങ്ങിണി എത്ര പൂക്കളാ കളർ ചെയ്തത്? കിങ്ങിണി 5 പൂക്കളായിരുന്നു കളർ ചെയ്തത് അല്ലേ? അപ്പോൾ മനു 7 പൂക്കൾ കളർ ചെയ്തു, കിങ്ങിണി 5 പൂക്കൾ കളർ ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പം മനുവും കിങ്ങിണിയും കൂടി ആകെ എത്ര പൂക്കളാ കളർ ചെയ്തത്? 7 പ്ലസ് 5 7 അധികം 5. 7നോട് 5 കൂട്ടുമ്പോൾ എത്രയാ? 12 12 അല്ലേ? ഇപ്പോൾ മനുവും കിങ്ങിണിയും കൂടി ആകെ എത്ര പൂക്കൾ കളർ ചെയ്തു? 12. നോക്കൂ. ഹരി കളർഡ് 4 ലീവ്സ് ഇൻ ഗ്രീൻ ആൻഡ് 10 ഫ്ലവേഴ്സ് ഇൻ റെഡ്. ഹരി 4 ഇലകൾക്ക് ഗ്രീൻ കളറും 10 പൂക്കൾക്ക് റെഡ് കളറും നൽകി. ഓക്കെ, അപ്പോൾ 4 ഇലകളും 10 പൂക്കളുമാണ് ആര് കളർ ചെയ്തത്? ഹരി കളർ ചെയ്തത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പിക്ചേഴ്സ് കളർഡ് ബൈ ഹരി? അപ്പോൾ ഹരി ടോട്ടൽ എത്ര പിക്ചറിനാണ് കളർ ചെയ്തത്? 4 പ്ലസ് 10. 4 ഇലയും 10 പൂക്കളും. 4 അധികം 10. 4 പ്ലസ് 10. 4 പ്ലസ് 10 എത്രയാ? 14 14. 4 അധികം 10 എത്രയാ? 14. ആക്ടിവിറ്റി 3 നോക്കിക്കേ. എ ഡോൾ വിത്ത് ബിന്ദി. നോക്കൂ, പൊട്ടുകൊണ്ടൊരു പാവക്കുട്ടി. ഇനി സ്റ്റിക്കർ പൊട്ട് ഉപയോഗിച്ചുള്ള ഒരു കളിയാണ്. അവിടെ ഒരു സ്ട്രിപ്പിൽ കുറച്ച് പൊട്ടുകളുടെ പിക്ചർ തന്നിരിക്കുന്നത് കണ്ടോ? അതിൻ്റെ ഒപ്പം ഒരു പാവക്കുട്ടിയുമുണ്ട് അല്ലേ? ചിത്രത്തിൽ സ്റ്റിക്കർ പൊട്ടൊട്ടിച്ച് അവർ പാവക്കുട്ടിയെ ആകർഷകമാക്കി. ആ പാവക്കുട്ടിയെ നോക്കൂ, കണ്ടല്ലോ. അവിടെ ടോട്ടൽ എത്ര ബിന്ദിയാണ് ഉണ്ടായിരുന്നത്? എത്ര പൊട്ടുകളാണ് ഉണ്ടായിരുന്നത്? 10 അല്ലേ? ടോട്ടൽ ബിന്ദീസ് 10 10 പൊട്ടുകളാണ് ഉണ്ടായിരുന്നത്. ബിന്ദീസ് യൂസ് ടു മേക്ക് ഐസ്. ആ ഡോളിൻ്റെ കണ്ണാക്കാനായിട്ട് എത്ര ബിന്ദീസ് എടുത്തു? 2 അല്ലേ? അപ്പോൾ ആകെ 10 പൊട്ടുകളുണ്ട്. അതിൽ 2 പൊട്ട് എന്തിനായിട്ട് എടുത്തു? ആ ഡോളിൻ്റെ ആ പാവയുടെ കണ്ണുകളാക്കി എടുത്തു. ബാലൻസ് 10 പൊട്ടിൽ നിന്ന് 2 പൊട്ട് പോയാൽ ബാക്കി എത്രയാ? 10 മൈനസ് 2. 10ൽ നിന്ന് 2 പോയാൽ എത്രയാ? 8. ഇപ്പോൾ ബിന്ദിയുടെ എണ്ണം, പൊട്ടുകളുടെ എണ്ണം എത്രയാ? 8 8 പൊട്ടുകളാണുള്ളത്. അത് നോക്കൂ. ടു മേക്ക് ഇയേഴ്സ്. എത്ര ഇയേഴ്സാണ് ഉള്ളത് ഡോളിന്? 2. 2 ചെവികളുണ്ട്. അപ്പോൾ 2 പൊട്ട് എന്തിനായിട്ട് മാറ്റണം? ചെവികൾക്കായിട്ട് മാറ്റണം. അപ്പോൾ 8ൽ നിന്ന് 2 പോയാൽ ബാലൻസ് എത്രയാ? ബാലൻസ് ബിന്ദി ഈസ് 6. 8 മൈനസ് 2. 8ൽ നിന്ന് 2 ബിന്ദീസ് 2 പൊട്ടുകൾ പോയാൽ എത്രയാ? 6. 6 പൊട്ടുകളാ ബാലൻസ് അല്ലേ? അടുത്ത് നോക്കിക്കേ. പേസ്റ്റ് ഓൺ ഡ്രസ്. ആ ഡോളിൻ്റെ ഡ്രസ്സിൽ എത്ര ബിന്ദിയാ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഡോളിൻ്റെ ഡ്രസ്സിൽ എത്ര പൊട്ടുകൾ വെച്ചിട്ടുണ്ട്? 1 2 3 3 അല്ലേ? അപ്പോൾ പേസ്റ്റ് ഓൺ ഡ്രസ് 3. അപ്പോൾ 10 പൊട്ടുകൾ ഉണ്ടായിരുന്നു. 2 കണ്ണുകൾക്കായിട്ട് 2 എണ്ണം എടുത്തു. ബാലൻസ് 8 പൊട്ടുകളായി. 2 ചെവികൾക്കായിട്ട് 2 പൊട്ടുകൾ വീണ്ടും എടുത്തു. ബാലൻസ് 6. അതിൽ നിന്ന് വീണ്ടും 3 പൊട്ടുകൾ ഡ്രസ്സിന് വയ്ക്കാനെടുത്തു. അപ്പോൾ 6ൽ നിന്ന് 3 പോയാൽ 6 മൈനസ് 3 ബാലൻസ് 3. 6ൽ നിന്ന് 3 പോയാൽ ബാലൻസ് എത്രയാ? 3. ഓക്കെ, നോക്കൂ. ടോട്ടൽ നമ്പർ ഓഫ് ബിന്ദീസ് യൂസ്ഡ്. ഉപയോഗിച്ച പൊട്ടുകളുടെ എണ്ണം എത്രയാ? 2 കണ്ണുകൾ, 2 ചെവി, ഡ്രസ്സിൽ 3 അല്ലേ? അപ്പോൾ 2 + 2 + 3.
2 അധികം 2 അധികം 3 എത്രയാ? 2 + 2 4 + 3 7. 2 അധികം 2 4 4 അധികം 3 7. ഇപ്പോൾ 10 പൊട്ടുകളുള്ളതിൽ എത്ര പൊട്ടുകൾ ഉപയോഗിച്ചു? 7. 2 + 2 + 3 7. യെസ്. ലാസ്റ്റ് നോക്കിക്കോളൂ. ഹൗ മെനി ആർ ലെഫ്റ്റ്? ബാലൻസ് എത്രയാ? ഔട്ട് ഓഫ് ദ 10 ബിന്ദി ഈസ് ഗിവൺ. 10 പൊട്ടുകൾ തന്നതിൽ ബാലൻസ് എത്രയാ? 10 പൊട്ടുകളാ തന്നത്. എത്ര പൊട്ടുകൾ ഉപയോഗിച്ചു? 7. 10 - 7. 10 പൊട്ടിൽ നിന്ന് 7 പൊട്ട് പോയാൽ ബാലൻസ് എത്രയാ? 3. 10 - 7 3. ആക്ടിവിറ്റി 4. ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ്. കൂട്ടങ്ങളാക്കാം. നോക്കൂ, ടീച്ചർ 2 നിറത്തിലുള്ള മിഠായി കടലാസുകൾ കുട്ടികൾക്ക് നൽകി. അതുകൊണ്ട് പൂക്കളുണ്ടാക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികളുണ്ടാക്കിയ പൂക്കൾ ടീച്ചർ മേശമേൽ നിരത്തി വെച്ചു. ഹായ്, എന്ത് ഭംഗി! ഇനിയൊരു കളി. നോക്കൂ, ഓരോരുത്തരും ഇതിൽ നിന്ന് 15 പൂക്കൾ എടുക്കണം. 2 നിറത്തിലുള്ളതും എടുക്കണം. ഒരാൾ എടുത്തതുപോലെ മറ്റൊരാൾ എടുക്കരുത്. ഓക്കെ, ഞാൻ ആദ്യം കുട്ടികൾ ബഹളം വച്ച് മിഠായി കടലാസ് പൂക്കൾ എടുത്തു വെച്ചു. അവർ എങ്ങനെയൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക? അപ്പോൾ 2 കളറിലുള്ള പൂക്കളാണ് ടീച്ചർ ഉണ്ടാക്കി വെച്ചത് അല്ലേ? ആകെ എത്ര പൂക്കളാണ് ഉള്ളത്? 15. അപ്പോൾ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ വേണം എടുക്കാൻ. നോക്കോളൂ. ഹായ്, മൈ ഫ്ലവേഴ്സ്. 8 + 7. 8 + 7 എത്രയാ? 15 അല്ലേ? ഒരു തരത്തിലുള്ള ഒരു കളറിലുള്ള 8 പൂക്കളും മറ്റൊരു കളറുള്ള 7 പൂക്കളും എടുത്തപ്പോൾ എത്രയായി? 15 ആയി. അടുത്ത ആളും എടുത്തു. മൈ ഗ്രൂപ്പ്സ്. ഒരു കളറിലുള്ള 4 പൂക്കൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ 15 പൂക്കളാകാൻ അടുത്ത കളറിലുള്ള എത്ര പൂക്കൾ എടുക്കേണ്ടി വരും? 15 പൂക്കളേ ആകാൻ പാടുള്ളൂ. അപ്പോൾ 4നോട് എത്ര കൂട്ടിയല്ല 15 ആകുന്നത്? 11 അല്ലേ? 11. ഒരു കളറിലെ 4 പൂക്കളാണ് എടുത്തതെങ്കിൽ മറ്റൊരു കളറിലുള്ള 11 കളർ എടുക്കണം അല്ലേ? അടുത്ത് നോക്കൂ. ഐ ടുക്ക്. ഞാൻ എടുത്തു. എത്രയാ? 6 9. 6 കളറിലുള്ള പൂക്കളും 9 കളറുള്ള മറ്റു പൂക്കളും എടുത്തു. അപ്പോൾ 6 + 9 എത്രയാ? 15 അല്ലേ? ദ ഗ്രൂപ്പ് ഐ മെയ്ഡ്. ഞാനും ഉണ്ടാക്കി. എൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാ? 10 + 5. 10ഉം 5ഉം 10ഉം 5ഉം 15 അല്ലേ? ഓക്കെ, അപ്പോൾ 15നെ നമുക്ക് എങ്ങനെയൊക്കെ കൂട്ടങ്ങളാക്കാം? 8 + 7, 4 + 11, 6 + 9, 10 + 5. നോക്കൂ, 15നെ കൂട്ടങ്ങളാക്കിയതുപോലെ 20നെ കൂട്ടങ്ങളാക്കിയിരിക്കുകയാണ്. നോക്കിക്കേ. ലുക്ക് അറ്റ് ദ ഗ്രൂപ്പ്സ് ഫോംഡ് ബൈ 3 children with 20 flowers. Put a tick on the correct group. 3 കുട്ടികൾ 20നെ ഗ്രൂപ്പാക്കിയിരിക്കുക. പക്ഷെ അതിൽ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായിരിക്കുന്ന ഗ്രൂപ്പ് ഏതാ? ആദ്യം 10 + 9. 10 + 9 20 ആണോ? അല്ല. 10 + 9 19. 19 ശരിയാണോ? അല്ല. അടുത്ത ഗ്രൂപ്പ് നോക്കിയേ. 11 + 9. 11ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20. അപ്പോൾ ആ ഗ്രൂപ്പ് കറക്റ്റ് അല്ലേ? നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് നോക്കൂ. 12 + 9. 12 + 9 എത്രയാ? 21. അപ്പോൾ ആ ഗ്രൂപ്പും കറക്റ്റ് അല്ല. അപ്പം തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? 11 + 9. ഓക്കെ, അടുത്തതാ റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. വിട്ടുപോയ അക്കങ്ങൾ എഴുതുക. 20ക്ക് ബിഫോർ ഏതാ? 20 ബിഫോർ 19. 20 ആഫ്റ്റർ 21. 20ന് മുൻപ് 19. 20ന് ശേഷം 21. ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ? 5ാമത്തെ ആക്ടിവിറ്റി എന്താ? ഫൈൻഡ് ആൻഡ് റൈറ്റ്. കണ്ടെത്തി എഴുതാം. നോക്കൂ, ഇനിയൊരു പാട്ടായാലോ? കിങ്ങിണിയുടെ ടീച്ചർ ചോദിച്ചു. ശരി ടീച്ചർ, കുട്ടികൾ പറഞ്ഞു. ടീച്ചർ അവർക്കൊരു പാട്ട് പാടിക്കൊടുത്തു. മണ്ണുണ്ണി മണ്ണിര ചൊല്ലി കൂടുതൽ നീളമെനിക്ക്, അതു കേട്ട ചേര ചിരിച്ചു, ഞാനല്ലേ നീളത്തിൽ കേമൻ. കുഞ്ഞിപ്പുഴുവതു കേട്ടു നീണ്ടു നിവർന്നങ്ങു നിന്നു, നിങ്ങൾക്കു ചൊല്ലുവാനാകുമോ ആരാണോ നീളത്തിൽ കേമൻ? നോക്കൂ, തന്നിരിക്കുന്നതിലെ നീളത്തിൽ കേമൻ ആരാ? നീളം കൂടുതൽ ആർക്കാ? മണ്ണിരയ്ക്കാണോ, ചേരയ്ക്കാണോ, കുഞ്ഞിപ്പുഴുവിനാണോ?
അപ്പോൾ ഓരോരുത്തരുടെ പേര് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എർത്ത് വേം ആരാ? മണ്ണിര. വേം കുഞ്ഞിപ്പുഴു. റാറ്റ് സ്നേക്ക് ചേര. ദ ലോങ്ങസ്റ്റ്, അപ്പൊ നീളം കൂടിയ ആളാരാ? റാറ്റ് സ്നേക്ക്, ചേര അല്ലേ? ദ ഷോർട്ടസ്റ്റോ, അതിൽ ചെറുതേതാ? നീളം കുറഞ്ഞത്? വേം കുഞ്ഞിപ്പുഴു. ഓക്കെ. ഫൈൻഡ് ദ വെയിറ്റ്. തന്നിരിക്കുന്നതിൽ വെയിറ്റ് കൂടുതലുള്ളത് ആരാ? പംകിൻ, കുക്കുംബർ, ടൊമാറ്റോ. ദ ഹെവിയസ്റ്റ്, നല്ല വെയിറ്റ് ഉള്ളത് ആർക്കാ? പംകിന് അല്ലേ? മത്തൻ. ലെസ് വെയിറ്റോ? വെയിറ്റ് കുറഞ്ഞത് ആർക്കാ? ടൊമാറ്റോ. നോക്കൂ. ഗിവ് കളർ കൊടുക്കാനാ. കളർ ദ വെസൽ വിച്ച് ക്യാൻ ക്യാരി മോർ വാട്ടർ. തന്നിരിക്കുന്ന വെസൽസിൽ കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏത് വെസലിലാ? ഏത് പാത്രത്തിലാ? രണ്ടാമത് കാണുന്ന ബക്കറ്റിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ രണ്ടാമത് കാണുന്ന ബക്കറ്റിൽ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഓക്കെ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.